ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മഞ്ജൂസ് മാത്സ്. മഞ്ജൂസ് മാത്സിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് മാത്സിലെ 1-2 PYQs ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: 2 വിദ്യാർത്ഥികൾ ഒരു പരീക്ഷയിൽ പങ്കെടുത്തു. അവരിൽ ഒരാൾ മറ്റേയാളേക്കാൾ 9 മാർക്ക് കൂടുതൽ നേടി. അവൻ്റെ മാർക്ക് അവരുടെ മാർക്കിൻ്റെ ആകെ തുകയുടെ 56% അവർ നേടിയ മാർക്ക് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പോൾ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? 2 വിദ്യാർത്ഥികളുണ്ട്. അവർ ഒരു പരീക്ഷയിൽ പങ്കെടുത്തു. അവരിൽ ഒരാൾ മറ്റേയാളേക്കാൾ 9 മാർക്ക് കൂടുതൽ നേടി. അപ്പോൾ നമ്മൾ എടുക്കുകയാണ്, 2 പേരാണല്ലോ ഉള്ളത്. 2 പേരുടെയും മാർക്ക് നമുക്കറിയില്ല, അത് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ് ആണ് അവരുടെ മാർക്ക് എന്ന് വിചാരിച്ചു. ആദ്യത്തെ ആളുടെ മാർക്ക് എക്സ് ആണെന്ന് വിചാരിച്ചു. രണ്ടാമത്തെ ആളെന്താണ്? ഒരാൾ മറ്റേ ആളേക്കാൾ 9 മാർക്ക് കൂടുതൽ നേടി. അപ്പോൾ രണ്ടാമത്തെ ആളുടെ മാർക്ക് എത്രയാണ്? x+9. ഓക്കെ, ഈ ഒരു കാര്യം മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ്, അവൻ്റെ മാർക്ക് അവരുടെ മാർക്കിൻ്റെ ആകെ തുകയുടെ 56% ആയിരുന്നു എന്ന് തന്നിട്ടുണ്ട്. ആകെ തുകയുടെ 56%, അതായത് ഈ x+9 അവൻ്റെ മാർക്ക് എന്നാണ് തന്നിരിക്കുന്നത്. അതായത് x+9 എന്ന് പറയുന്നത് എന്താണ്? അവരുടെ മാർക്കിൻ്റെ ആകെ തുക എന്ന് പറയുമ്പോൾ x+9 അതിൻ്റെ 56% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ 56%, അതായത് 56/100. ഇത്ര മനസ്സിലായല്ലോ. ഇനി നമുക്കിതങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം. എക്സിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. അതായത് x+9 = എന്തായിട്ട് മാറും? എക്സും ആഡ് ചെയ്യുമ്പോൾ 2x + 9 ഇൻറ്റു 56/100. നമുക്കിതൊന്ന് ക്യാൻസൽ ചെയ്ത് നോക്കാം. 2ൽ പോകുമ്പോൾ 28 എന്ന് കിട്ടും, ഇത് 50 എന്ന് കിട്ടും. വീണ്ടും 2ൽ ക്യാൻസൽ ചെയ്യാം, 14/25. ഓക്കെ, അപ്പോൾ ഇവിടെ 14/25 എന്നാവും. ഇനി 25നെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ 25x + 25 × 9 ചെയ്യാം. 25 × 9 എന്ന് പറയുമ്പോൾ 9 45, ബാലൻസ് 4, 9 2 18, 18ഉം 4ഉം 22. അപ്പോൾ 225. ഓക്കെ, = ഇവിടെ 14 × 2x എന്ന് പറയുമ്പോൾ 28x + 14 × 9, 9 4 36, ബാലൻസ് 3 ഉണ്ട്. 1 × 9 9ഉം 3ഉം 12, 126 എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് ഇനി 28x, ഇവിടെ 25x ഉണ്ട്. 25 × x ആണ് ഇവിടെ 25x. അപ്പോൾ 28xൽ നിന്നും 25x മൈനസ് ചെയ്യുമ്പോൾ 3x എന്ന് കിട്ടും. = 225ൽ നിന്നും 126 മൈനസ് ചെയ്യുമ്പോൾ 225, അതിൽ നിന്നും 126 മൈനസ് ചെയ്യാണ്. അപ്പോൾ 9 99 എന്ന ആൻസർ കിട്ടും. ഇതിൽ നിന്നും എക്സിൻ്റെ വില എന്ന് പറയുന്നത് 99/3 ചെയ്യുക, = ക്യാൻസൽ ചെയ്യുമ്പോൾ 33 എന്ന് കിട്ടും. അതായത് എക്സിൻ്റെ വില, ഒരാളുടെ മാർക്കിൻ്റെ വില എന്ന് പറയുന്നത് 33 കിട്ടി. അപ്പോൾ അടുത്ത ആൾ എത്രയായിരിക്കും? അടുത്ത ആൾ x+9 ആണല്ലോ. അതായത് x+9 എന്ന് പറയുന്നത് എക്സിൻ്റെ വില 33 എന്ന് കിട്ടി. അപ്പോൾ 33 + 9 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 42. അപ്പോൾ മാർക്കുകൾ എന്ന് പറയുന്നത്, ഒന്നാമത്തെ മാർക്ക് എന്ന് പറയുന്നത് 33ഉം രണ്ടാമത്തെ ആളുടെ മാർക്ക് എന്ന് പറയുന്നത് 42ആണ്. അപ്പോൾ ഓപ്ഷൻ എന്ന് പറയുന്നത് നോക്കുമ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. 42ഉം 33ഉം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പോൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്: 11നും 90നും ഇടയിലുള്ള എത്ര സംഖ്യകൾ 7 കൊണ്ട് ഹരിക്കുന്നു? അപ്പോൾ തന്നിരിക്കുന്നത് എന്താണ്? 11നും 90നും ഇടയിലുള്ള സംഖ്യകളാണ്. 11നും 90നും ഇടയിലുള്ള സംഖ്യകൾ എത്ര സംഖ്യകൾ 7 കൊണ്ട് ഹരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ആദ്യത്തെ ടേം എന്ന് പറയുന്നത്, അതായത് 7ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആദ്യത്തെ ടേം എന്ന് പറയുന്നത് എത്രയാണ്? 11 കഴിഞ്ഞാൽ 14ആണ് ആദ്യത്തെ ടേം. അതായത് ആദ്യത്തെ ടേമിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? T1 എന്ന് വിളിച്ചു. ഇനി നമുക്ക് ലാസ്റ്റ് ടേം കാണാം. അതായത് 90ന് ഇടയിലുള്ള എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് എത്രയായിരിക്കും? നമുക്ക് 90ന് തൊട്ട് മുമ്പുള്ള 7ൻ്റെ മൾട്ടിപ്പിൾ ഏതാണെന്നുള്ളത് നോക്കാം. അതായത് 90നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 90ന് തൊട്ട് മുൻപുള്ള 7ൻ്റെ ഹരണം നമുക്ക് കിട്ടും, 7ൻ്റെ മൾട്ടിപ്പിൾ നമുക്ക് കിട്ടും.
അപ്പോൾ ഒരു തവണ പോവും 7, ബാലൻസ് 2 ഉണ്ട്, 0 ഇറക്കിയിട്ടു. ഇനി 2 തവണ പോവും 14, അപ്പോൾ 6. അപ്പോൾ നമുക്ക് 90, ഇവിടെ ശിഷ്ടം 6 കിട്ടി. 90-ൽ നിന്നും 6 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 84 എന്ന് കിട്ടും. ഈ 84 ആണ് 90-ന് തൊട്ട് മുൻപുള്ള 7-ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. അതായത് ലാസ്റ്റ് ടൈം നമുക്ക് കിട്ടിയ എത്രയാണ്? 84. ലാസ്റ്റ് ടൈം നമുക്ക് എന്നിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ AP പഠിച്ചപ്പോൾ നമ്മളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. എന്നിൻ്റെ വാല്യൂ നമുക്ക് കാണാനായിട്ട് എന്താണ് പഠിച്ചിട്ടുള്ളത്? TN മൈനസ് T1, അതായത് ലാസ്റ്റ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം D പ്ലസ് 1 ചെയ്താൽ നമുക്ക് എന്നിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾക്ക് ഇതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, നമുക്ക് എന്നിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. N ഇസ് ഈക്വൽ ടു TN നമുക്ക് കിട്ടി 84 ആണ്, മൈനസ് T1 ആദ്യത്തെ ടേം T1, അതായത് ആദ്യത്തെ ടേം നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ 14 ആണ്. ഓൾ ഡിവൈഡഡ് ബൈ, ഇവിടെ പൊതുവ്യത്യാസം എത്രയാണ്? ഇവിടെ 7-ൻ്റെ മൾട്ടിപ്പിളാണ് അല്ലേ, 7 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളാണ്, അതായത് 7 ആണ് അവയുടെ പൊതുവ്യത്യാസം. അപ്പോൾ 7 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, പ്ലസ് 1 നമ്മൾ ചെയ്തു, ഇസ് ഈക്വൽ ടു 84 മൈനസ് 14, 07, അതായത് 70 ഡിവൈഡഡ് ബൈ 7 പ്ലസ് 1 നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ 70 ഡിവൈഡഡ് ബൈ 7 10 പ്ലസ് 1 ഇസ് ഈക്വൽ ടു 11. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്താണ് ചോദിച്ചിരിക്കുന്നത്? 11-നും 90-നും ഇടയിലുള്ള എത്ര സംഖ്യകൾ 7 കൊണ്ട് ഹരിക്കുന്നു? അതായത് 7-ൻ്റെ മൾട്ടിപ്പിൾസ് എത്ര എണ്ണം ഉണ്ട് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? AP നമ്മൾ പഠിച്ചിട്ടുണ്ട്, അപ്പോൾ അവിടെ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. N ഇസ് ഈക്വൽ ടു ലാസ്റ്റ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം പ്ലസ് 1 ആണ് നമുക്ക് എന്നിൻ്റെ വാല്യൂ കണ്ടെത്താനായിട്ട് സഹായിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ടൈം 14 ആണ്, ലാസ്റ്റ് ടൈം എന്ന് പറയുന്നത് TN എന്ന് പറയുന്നത് 84 ആണെന്ന് കിട്ടി. അത് രണ്ടും നമ്മൾ ആ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 11 ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഒരു ദീർഘചതുരത്തിൻ്റെയും ചതുരത്തിൻ്റെയും ചുറ്റളവ് 80 സെൻറ്റിമീറ്റർ വീതമാണ്. അവയുടെ വിസ്തീർണങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 100 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ദീർഘചതുരത്തിൻ്റെ വശങ്ങൾ കണ്ടെത്തുക. അപ്പോൾ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഒരു ദീർഘചതുരത്തിൻ്റെയും ചതുരത്തിൻ്റെയും ചുറ്റളവ് 80 സെൻറ്റിമീറ്റർ വീതമാണ്. ചുറ്റളവ് നമുക്ക് ആദ്യം തന്നിട്ടുണ്ട്. അവയുടെ വിസ്തീർണങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ആ ദീർഘചതുരത്തിൻ്റെ വശങ്ങൾ കണ്ടെത്തുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ചോദ്യം നമുക്ക് ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ നമ്മൾ കാണുകയാണ് ഇവിടെ റെക്റ്റാങ്കിൾ, നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതാണ്, ഇത് റെക്റ്റാങ്കിൾ ആണ്, ഇത് സ്ക്വയർ ആണ്. ഓക്കെ, നമുക്ക് എന്തൊക്കെയാണ് ആദ്യം തന്നെ തന്നിട്ടുള്ളത്? പെരിമീറ്റർ, അതായത് ചുറ്റളവ് നമുക്ക് തന്നിട്ടുണ്ട്. പെരിമീറ്റർ എന്ന് പറയുന്നത് നമുക്കറിയാം ഫോർമുല 2 ഇൻറ്റു നീളം പ്ലസ് വീതിയാണ്, അതായത് L പ്ലസ് B ആണെന്ന് നമുക്കറിയാമല്ലോ. അത് എത്രയും നമുക്ക് തന്നിട്ടുണ്ട്? 80 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ 80, അപ്പോൾ 2 ഇൻറ്റു L പ്ലസ് B 80 ആണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് L പ്ലസ് B കാണാമല്ലോ. L പ്ലസ് B എന്ന് പറയുന്നത് 80/2 ഇസ് ഈക്വൽ ടു 40 എന്ന് കിട്ടും. അതവിടെ ഇരിക്കട്ടെ. ഇനി നെക്സ്റ്റ് എന്താണ് തന്നിരിക്കുന്നത്? സ്ക്വയറിൻ്റെ പെരിമീറ്റർ നമുക്കറിയാം ഫോർമുല, ഒരു വശം A ആണെങ്കിൽ പെരിമീറ്റർ എന്ന് പറയുന്നത് 4A ആയിരിക്കും. അത് എത്രയും തന്നിട്ടുണ്ട്? 80 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും എയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. A ഇസ് ഈക്വൽ ടു 80/4 ഇസ് ഈക്വൽ ടു 20 എന്ന് കിട്ടും. ഇത് രണ്ടും കിട്ടി. ഇനി റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് അവയുടെ വ്യത്യാസം, രണ്ടിൻ്റെയും ഏരിയകൾ തമ്മിലുള്ള വ്യത്യാസം 100 തന്നിട്ടുണ്ട്. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ നമുക്കറിയാം. എന്താണ് ഏരിയ എന്ന് പറയുന്നത്? ഫോർമുല നീളം ഇൻറ്റു വീതിയാണ്, അതായത് L ഇൻറ്റു B ആണ്. ഇവിടെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? ഒരു വശം A ആണെങ്കിൽ A² ആണ് അതിൻ്റെ ഏരിയ. ഓക്കെ, ഇനി തന്നിരിക്കുന്നത് എന്താണ്? ഇവ തമ്മിലുള്ള വ്യത്യാസം 100 തന്നിട്ടുണ്ട്. അതായത് ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ A² മൈനസ് L ഇൻറ്റു B ഇസ് ഈക്വൽ ടു 100. ഓക്കെ, A² എന്ന് പറയുന്നത് ഇതിൽ നിന്ന് എന്ത് കിട്ടും? A² എന്ന് പറയുന്നത് A എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ A² എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 400. ഓക്കെ, മൈനസ് LB ഇസ് ഈക്വൽ ടു 100 എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നിന്നും LB എന്ന് പറയുന്നത് ഈ 400 അപ്പുറത്തോട്ട് പോകും. ഓക്കെ,
അപ്പോൾ ഇതിൽ നിന്നും എൽ ബി കാണാം. എൽ ഇൻറ്റു ബി എന്ന് പറയുന്നത് 400 മൈനസ് 100 എന്ന് പറയുന്നത് 300 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എൽ ഇൻറ്റു ബി 300 നമുക്ക് കിട്ടി. ഇനി ഇവിടെ നോക്കൂ, എൽ ബി എന്ന് പറയുന്നത് 300 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ എൽ പ്ലസ് ബി ഇസ് ഈക്വൽ ടു 40 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് വരുന്ന സംഖ്യകൾ ഏതാണ്? അതായത് രണ്ട് സംഖ്യകൾ ഗുണിച്ചപ്പോൾ 300 കിട്ടി, രണ്ട് സംഖ്യകൾ ആഡ് ചെയ്തപ്പോൾ 40 കിട്ടി. അങ്ങനെ വരാവുന്ന സംഖ്യകൾ ഏതാണ്? 30ഉം 10ഉമാണ്, അല്ലെങ്കിൽ 10ഉം 30ഉമാണ്. അതായത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് നോക്കും. 30 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ നമുക്ക് 300 കിട്ടും. അതുപോലെ തന്നെ 30 പ്ലസ് 10 എന്ന് പറയുമ്പോൾ 40 കിട്ടും. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനും ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് സംഖ്യകൾ എന്ന് പറയുന്നത് 30ഉം 10ഉമാണ്. ഇതിൽ ഓപ്ഷനിൽ 30ഉം 10ഉം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഒരു ദീർഘചതുരത്തിൻ്റെയും ചതുരത്തിൻ്റെയും ചുറ്റളവ് 80 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അവയുടെ വിസ്തീർണങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 100 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ദീർഘചതുരത്തിൻ്റെ വശങ്ങൾ കണ്ടെത്തുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. പെരിമീറ്റർ എന്ന് പറയുന്നത്, ചുറ്റളവ് എന്ന് പറയുന്നത് 2 × എൽ പ്ലസ് ബി ആണ്. അത് 80 തന്നിട്ടുണ്ട്. അതിൽ നിന്നും എൽ പ്ലസ് ബിയുടെ വാല്യൂ നമുക്ക് കിട്ടി, 40 ആണെന്ന് കിട്ടി. അതുപോലെ തന്നെ സ്ക്വയറിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് വശം എ ആണെങ്കിൽ പെരിമീറ്റർ എന്ന് പറയുന്നത്, ചുറ്റളവ് എന്ന് പറയുന്നത് 4a ആണ്. അത് 80 തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എയുടെ വാല്യൂ എന്ന് പറയുന്നത്, ഒരു വശത്തിൻ്റെ നീളം എന്ന് പറയുന്നത് 20 ആണെന്ന് കിട്ടും. ഇനി അതുപോലെ തന്നെ രണ്ടിൻ്റെയും വിസ്തീർണം തന്നിട്ടുണ്ട്. വിസ്തീർണം എന്ന് പറയുന്നത് റെക്റ്റാങ്കിളിൻ്റെ എൽ ഇൻറ്റു ബിയും സ്ക്വയറിൻ്റെ എ സ്ക്വയർ ആണ്. അപ്പോൾ അവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 100 ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മളതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എൽ ബി എന്ന് പറയുന്നത്, നീളം ഇൻറ്റു വീതി എന്ന് പറയുന്നത് 300 എന്ന് കിട്ടും. പക്ഷേ നേരത്തെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എൽ ബി എന്ന് പറയുന്നത്, എൽ പ്ലസ് ബി എന്ന് പറയുന്നത് 40 ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ കിട്ടി എൽ ബി എന്ന് പറയുന്നത് 300 ആണ്. അപ്പോൾ രണ്ടും കൂടിയിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്ന വാല്യൂസ് എന്ന് പറയുന്നത് 30ഉം 10ഉമാണ്. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ വശങ്ങൾ എന്ന് പറയുന്നത് 30ഉം 10ഉമാണെന്ന് നമുക്ക് കിട്ടി. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഒരു കണ്ണാടിയിൽ ഒരു ക്ലോക്ക് സമയം 12:40 ആയി കാണിക്കുന്നുവെങ്കിൽ യഥാർത്ഥ സമയമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരു കണ്ണാടിയിൽ ക്ലോക്ക് കാണിക്കുന്ന സമയം എന്ന് പറയുന്നത് 12:40 ആണ്. നമുക്ക് യഥാർത്ഥ സമയം കണ്ടെത്തണം. അപ്പോൾ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ചെയ്ത് നോക്കാം. നമുക്കറിയാലോ, മിറർ ഇമേജ് കാണാനായിട്ട് ഇവിടെ തന്നിരിക്കുന്ന സമയം 12:40 ആണ്. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ചെയ്യുന്നത്? 23:60 നിന്നും 12:40 തന്നിരിക്കുന്ന സമയം അങ്ങ് മൈനസ് ചെയ്താൽ മതി. ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 0, 2, 1, 1, 11:20 ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്നുമില്ല. 23:60 നിന്നും 12:40 തന്നിട്ടുള്ള സമയം നമ്മൾ മൈനസ് ചെയ്യാണ്. നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 11:20 ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഒരു 4 ക്വസ്റ്റ്യൻസ് PYQs ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മറ്റ് ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.